1931 ലാഹോറിൽ തുടങ്ങി. വിഭജനത്തിന് ശേഷം 1942 ഡൽഹി കൊനാട്ട് പ്ലേസിൽ കാക്കേ ദ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ, ഒരു ഗംഭീര ഹോട്ടലാണ്, ഒരു ചെറിയ ഹോട്ടലാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ചെറിയൊരു കട, അതിൻ്റെ അകത്ത് താഴെ കുറച്ച് പേർക്ക് ഇരിക്കാം, മുകളിൽ കുറച്ച് പേർക്ക് ഇരിക്കാം. അതിന് വേണ്ടിയിട്ടാണ് മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത്. ഞാൻ വെറുതെ പറയല്ല മണിക്കൂറുകൾ. അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ നിൽക്കുന്നുണ്ട്. ആ ചേട്ടൻ്റെ കയ്യിൽ നമ്മൾ പേര് കൊടുത്താൽ, പുള്ളി ഇങ്ങനെ കുറേ ചെറിയൊരു നോട്ട് പാഡ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കുറേ പേരുകൾ എഴുതി, കണ്ടില്ലേ, അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്, അങ്ങനെ പേരുകൾ എഴുതുന്നു. അപ്പോൾ ഞാൻ പേര് പറയുമ്പോൾ ഏകദേശം ഒരു 7-8 പേജിന് അപ്പുറത്താണ് എൻ്റെ പേരുള്ളത്. ഇതൊക്കെയാണ് അവർ കറികൾ വെക്കുന്നത്. ഒരു വൃത്തി എന്ന് പറയുന്നത്, വൃത്തിക്ക് കുഴപ്പമൊന്നുമില്ല, അത് ഓക്കെയാണ്, മാനേജബിളാണ്, നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇത് കറിയൊക്കെ ഇങ്ങനെ തെറിച്ചിട്ട് ആ ഗ്ലാസ്സിൽ വന്ന് വീണിരിക്കണത്, കാരണം എടുക്കുമ്പോൾ വീഴുമല്ലോ, അത്രേ ഉള്ളൂ. അതൊരു വൃത്തിക്കുറവ് എന്ന് വിചാരിക്കേണ്ട. ബാക്കി എല്ലാവരും തലയിലാണെങ്കിലും മറ്റേ ഹെയർ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ തൊപ്പി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഈ ജനങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇയാൾ ഇങ്ങനെ പേരെഴുതിക്കണം. പലവരും വന്ന് ചോദിക്കുന്നുണ്ട് എപ്പോഴായി. പുള്ളിയുടെ ക്ഷമ സമ്മതിക്കേണ്ടതാണ്. പുള്ളി അവിടെ ഒരു CCTVയിൽ ഇങ്ങനെ നോക്കിയിട്ട് നമ്മളോട് പറയും. അങ്ങനെ ഞങ്ങളുടെ ടേൺ വന്നു. ഞങ്ങൾ 2 പേരായിരുന്നു. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞോളൂ മുകളിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയ ടേബിളാണ്. ഈ ടേബിളിൽ ഒരു 3 പേർക്ക് ഇരിക്കാൻ തന്നെ പാടാണ്. അങ്ങനെ ഒരു 3-4 ടേബിൾ താഴെയുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് താഴത്തെ ഒരു സെറ്റപ്പ്. AC ആണ്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ഹോട്ടലാണ്. ഇപ്പോൾ ഇരിക്കുന്ന അവരുടെ അച്ഛൻ്റെ തലമുറയിലുള്ളവർ തുടങ്ങി വെച്ചതാണ്. അപ്പോൾ അത്രയും ഒരു ഹെവി ആയിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഹോട്ടൽ. കണ്ടില്ലേ, എല്ലാം വരുന്നത് ഒരു സാധാരണക്കാർ വന്ന് കഴിക്കുന്നത്, എല്ലാം വലിയ കാറുകളിൽ വന്ന് കഴിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് ഇത്രയുമാണ്. ഒരു ടേബിൾ ശരിക്കും 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതിലൊരു 3-4 പേരൊക്കെ ഇരുന്നിട്ടാണ് കഴിച്ചു പോകുന്നത്. അതിലേറ്റവും രസകരമായിട്ടുള്ള ഈ ഒരു സലാഡ്, ഒരു കുറച്ച് ഓണിയനും പിന്നെ ഒരു പുതിന ചട്നിയും നാരങ്ങയും മുളകും, അതൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ നോക്കിയെങ്കിലും പിന്നീട് അത് ഓരോന്നെടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഞങ്ങൾ ഒരു പ്ലേറ്റ് കുറച്ച് നേരം കൊണ്ട് തീർത്തു. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു, വെറൈറ്റി ആയിട്ടുള്ള 2-3 ബട്ടർ നാൻ, അതേപോലെ തന്നെ ചിക്കൻ്റെ ഒരു ഐറ്റം, അത് കഴിഞ്ഞാൽ മട്ടൻ്റെ ഐറ്റം, മുഴുവൻ ഗ്രേവിയാണ് കൂടുതലും. പക്ഷേ അല്ലാതെ തന്തൂരിയും ഒക്കെ ഉണ്ട്, അതൊക്കെ പോകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ബട്ടർ നാനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഈ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് തന്നെ ബട്ടർ നാൻ ആണല്ലോ മെയിനായിട്ട്. അങ്ങനെ ബട്ടർ നാനും മട്ടനും പറഞ്ഞു. ചിക്കൻ, ഇത് ബട്ടർ ചിക്കനാണ് കേട്ടോ, ആ റൈറ്റ് സൈഡിൽ ഇരിക്കണത്. മറ്റേതൊരു ചിക്കൻ കറി. എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ കൊതിയാവുന്നു. കാരണം ഈ 3 ഗ്രേവിയും, ചില ഗ്രേവി ഒരേ കളറായിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നല്ല കണ്ടില്ലേ, നല്ല വെന്ത് നല്ല രസകരമായിട്ടുള്ള, ഇപ്പം നിങ്ങൾ കാണുന്ന മട്ടനാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇത് തന്തൂരിയാണ്. തന്തൂരിയും അടിപൊളിയാണ് കേട്ടോ. ഒരു ഡിഫറെൻറ്റ് വറുത്തിരിക്കുന്ന ഒരു ഫ്രൈ ചെയ്ത പോലത്തെ തന്തൂരി, അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു പെപ്സി. അങ്ങനെ രസകരമായിട്ടുള്ള ഞാൻ പറഞ്ഞില്ല, ആ സലാഡ് കുറേ മേടിച്ചു. തന്തൂരി നല്ല ടേസ്റ്റാണ്. ഞാനും വിചാരിച്ചു ഇതെന്താ ഫ്രൈ ചെയ്ത പോലത്തെ ഒരു തന്തൂരി, അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ ബട്ടർ നാനും തന്തൂരി ചിക്കനും ഒക്കെ മേടിച്ച്, ബട്ടർ ചിക്കനും ചിക്കൻ കറിയും ഒക്കെ മേടിച്ച് അവിടെ നിന്ന് നല്ല സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ചു. ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയോ ആൾക്കാരുടെ ബർപ്പിൻ്റെ ഉണ്ട്. അങ്ങനെ ഇപ്പം എനിക്ക് കണ്ടത് വെച്ചിട്ട് ഞാൻ പറയാം. കണ്ടില്ലേ, ഇപ്പോഴും ഞങ്ങൾ പോകുമ്പോൾ ഉള്ള അതേ തിരക്ക് ഇപ്പോഴും ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് ഒരു 11 മണി സമയത്താണ് ഞങ്ങളിത് കണ്ടത്. അതേപോലെ തന്നെ ഇവിടെ റേറ്റ് ആയത് 1311 രൂപയാണ് ഇത്ര ഞങ്ങൾ കഴിച്ചിട്ട്. 100% ഡൽഹിയിൽ പോവുകയാണെങ്കിൽ ഈ കാക്കേ ദ ഹോട്ടലിൽ ഉറപ്പായിട്ടും പോകണം. കൊനാട്ട് പ്ലേസിലാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ഫുഡ് വ്ളോഗുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.